എക്സാലോജി കേസിൽ വീണ വിജയന് എതിരായ നടപടികൾ കടുപ്പിച്ച് ഇഡി. വീണ്ടും ചോദ്യം ചെയ്യാൻ സമൻസ് നൽകും. പിടിച്ചെടുത്ത സ്വകാര്യ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. CMRL നിന്ന് പിടിച്ചെടുത്ത ഡയറിയിലെ ചുരുക്കപ്പേരുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഇഡി. എക്സാലോജി കേസിൽ വീണ നൽകിയ മൊഴി തൃപ്തികരമല്ല എന്ന വിലയിരുത്തലിലാണ് ഇഡി. തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ വെച്ച് റെയ്ഡിനിടയിലാണ് ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിന് ഉടൻ വീണയ്ക്ക് സമൻസ് നൽകും. റെയ്ഡിനിടെ പിടിച്ചെടുത്ത വീണയുടെ സ്വകാര്യ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. വീണയുടെ 3 ബാങ്ക് അക്കൗണ്ടുകളാണ് ഇഡി മരവിപ്പിച്ചത്. HDFC ബാങ്കിൽ 1.5 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ CMRLുമായി ബന്ധപ്പെട്ട അന്വേഷണം വീണയിൽ ഒതുങ്ങില്ല. CMRLന്റെ 15 വർഷത്തെ 182 കോടിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് അന്വേഷണം. വ്യാജ ചെലവ് കാണിച്ച് CMRL നടത്തിയത് 132 കോടിയുടെ ക്രമക്കേടാണെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. CMRLിൽ മുമ്പ് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ഡയറിയിൽ നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ ചുരുക്കപ്പേരുണ്ടായിരുന്നു. ആ ചുരുക്കപ്പേരുകളിലേക്ക് അന്വേഷണം നീണ്ടാൽ UDF നേതാക്കൾക്കും തീരാ തലവേദനയാകും. തിരുവനന്തപുരത്തെ പിണറായിയുടെ വീടിന് മുന്നിലുണ്ടായ അക്രമ സംഭവങ്ങൾ യാദൃശ്ചികമല്ല എന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഇഡി സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.